ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തോട്ടടയിലുള്ള ഒരു ദന്തൽ ക്ലിനിക്കിലാണ്. അതായത് പ്രിസം ദന്തൽ കെയർ 3-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിസം ദന്തൽ കെയറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നലെ ഈ ഉദ്ഘാടന സമയത്ത് എന്തെല്ലോ പുതിയ ടെക്നോളജി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിക്കാം. വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഞാനും ആ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിരുന്നു. കാരണം നിങ്ങൾ മാത്രമല്ല, ഇവിടെ നിരവധി ഡോക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട് അല്ലേ? അതെ, നമുക്ക് കുട്ടികളെ വിഭാഗത്തിൽ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ബുധനാഴ്ചകളിൽ ഞങ്ങളെ സർജൻ, ഓറൽ മാക്സിലോഫേഷ്യൽ സർജൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഇംപ്ലാന്റോളജിസ്റ്റ് ഉണ്ട്, ഈസ്തെറ്റിക് ആൻഡ് വെനിയർ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതുകൂടാതെ ഓർത്തോഡോണ്ടിക്, പല്ലിൻ്റെ എല്ലിൻ്റെയും അലൈൻമെൻറ്റ് റെഡിയാക്കുന്ന ഓർത്തോഡോണ്ടിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ സെക്കൻഡ് സാറ്റർഡേസിലും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഞങ്ങൾ കൂടുതലായിട്ട്, ഞാൻ മെയിനായിട്ട് ബയോമെട്രിക് ഡെന്റിസ്ട്രിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നൂതനമായ രീതിയിൽ പല്ലിനെ ഫില്ലിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ബയോമെട്രിക് ഡെന്റിസ്ട്രി. അപ്പോൾ അതാണ് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നലെ നിങ്ങൾ എന്തൊക്കെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഇന്നലെ ഞങ്ങളെ മെയിൻ 3-ാം വാർഷികം കൂടാതെ ഞങ്ങളെ ക്ലിനിക്കിന് അലൈനർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്, ക്ലിപ്പ് ഇടാതെ ഇപ്പോഴത്തെ കാലത്ത് ക്ലിപ്പിന് പകരം മോഡേൺ ടെക്നോളജി ആയിട്ട് ട്രേസ് ഉപയോഗിച്ചിട്ട്, പ്ലാസ്റ്റിക് ട്രേസ് ഉപയോഗിച്ചിട്ട്, പ്ലാസ്റ്റിക് ട്രേ അല്ല, ഡുറാൻ ഫൈബേഴ്സ് എന്നാണ് ഇത് പറയാം, പല്ലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു നൂതനമായ രീതിയാണ്. ക്ലിയർ ക്ലിനിക്കിൽ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടല്ലേ? ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസത്തിന് മുകളിലായി. അപ്പൊ ഇന്നലെ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ആയിരുന്നു ഇത്. അപ്പൊ ഞങ്ങൾ തന്നെ ഞാൻ കണ്ടിരുന്നു. അത് നമ്മൾ തന്നെ ക്ലിനിക്കിന്റെ തന്നെ അലൈനസ് ആണ് ഇത് ആക്ച്വലി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വിശദീകരണം ഡീറ്റെയിൽ ആയിട്ട് മറ്റെന്താ ചെയ്തത്? ഇന്നലെ നമ്മൾ അതുകൂടാതെ നമ്മളെ എല്ലാ ആനിവേഴ്സറികളിലും നമ്മളെ ക്ലിനിക്കിന്റെ പേരിൽ ഒരു മാഗസീൻ ഇറക്കാന്നുള്ളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. മാഗസീൻ ഡിജിറ്റലാണോ? മാഗസീൻ നമ്മളെ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് കുട്ടികളെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോഴും പല്ലിന്റെ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ നാട്ടിൽ വ്യക്തമായ ഒരു ധാരണ ഇപ്പോഴും എല്ലാവർക്കും പേഷ്യൻസിന് ഇല്ല എന്നുള്ളൊരിത് എൻ്റെ 3 കൊല്ലത്തെ ഒരു സേവനത്തിനിടയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ധാരണകൾ, കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്ന് ട്രൈ ചെയ്യാണ്, സർവീസ് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. സർക്കിട്ടുണ്ട് പ്രിസം പ്രിവിലേജ് കാർഡ്. അത് നമ്മളൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കാർഡല്ല, നമ്മളെ പേഷ്യൻസിന് ദന്തപരിചയ മേഖലയിൽ കുറച്ചുകൂടെ അവയർനെസ്സും പിന്നെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ. നിലവിൽ ഇപ്പൊ പൈസ ആയിട്ടൊന്നുമല്ല, നമ്മുടെ ഇമ്പോർട്ടൻസിലുള്ള കുറച്ച് പേഷ്യൻസിന് ആ കാർഡ് നിങ്ങൾ സപ്ലൈ കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കിന്റെ വെബ്സൈറ്റ്. അതുപോലെ തന്നെ സ്മൈൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പം പാരൻസിന് അറിയില്ല ഏത് വയസ്സിൽ, ഇപ്പൊ ക്ലിപ്പ് ട്രീറ്റ്മെന്റ് നമ്മൾ അലൈൻമെന്റിന് മാത്രമല്ല, നമ്മളെ ഇപ്പം എല്ലിന്റെ തള്ളിച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രായത്തിൽ അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് സർജിക്കലി മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം ഇപ്പോഴത്തുള്ള നമ്മളെ പേഷ്യൻസിന് ഇപ്പോഴും അറിയില്ല ഏത് വയസ്സിൽ ഇത് കറക്റ്റ് ക്ലിപ്പ് ട്രീറ്റ്മെന്റ് തുടങ്ങണം, 18 വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമാണോ എല്ലാ കേസിലും പല്ലെടുത്തിട്ട് ചെയ്യണോ, ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സ്മൈൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ചേർന്നിട്ട് ഒരു ബുക്കാണ്. മൈൽ സ്റ്റോൺസും അറിയും, പല്ലിൻ്റെ ഡെന്റൽസ് മൈൽ സ്റ്റോൺസ്, ഇത്ര വയസ്സിൽ ഈ ഒരു പല്ല് വരും. അപ്പം ആ ഒരു ബുക്കിൽ ഇത് രേഖപ്പെടുത്താനുള്ള ഒരു കോളം ഉണ്ടാവും. ഇനി ആ പല്ല് പൊരിഞ്ഞു പോകുന്ന ദിവസവും ആഡ് ചെയ്യാനുള്ള. അപ്പം നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇയർ അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പേഷ്യൻസിന് ഇതിങ്ങനെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ടൈം കഴിഞ്ഞല്ലോ ഇപ്പോഴും ഇത് പോകുന്നില്ല എന്ന് അത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ ഒന്നുകിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള അറിയുന്ന ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതിന് അങ്ങനെ ഒരു അവയർനെസ് ഈ ബുക്കിലെ കൂടെ
പല്ലിന്റെ ആ കറക്റ്റായുള്ള ടൈം ലൈൻ അല്ലേ? അപ്പൊ കൂടുതൽ അവെയർ ആക്കുക. ഇന്ന കാര്യങ്ങൾ ഇവിടെ കുട്ടികളിൽ പല്ലിന്റെ കേസിൽ നടക്കുന്നുണ്ടെന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നും കൂടെ 2 പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടികൾക്ക് റൂട്ട് കനാൽ ഉണ്ട് ഓൾറെഡി. കുട്ടികൾക്കും നീര് വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾ നമ്മളിപ്പോ റൂട്ട് കനാൽ ഏറ്റവും ചെറിയ കുട്ടി 2.5 വയസ്സുള്ള കുട്ടിയാണ്. അത് കുട്ടികളെ റൂട്ട് കനാൽ പൾപെക്ടമി എന്നാ പറയാം. അപ്പോൾ ഇന്ന് വന്ന പേഷ്യൻസിൽ 2 പേരിൽ ഒരാൾക്ക് കുട്ടിയിൽ വേദന വന്നിട്ട് ആക്സോയിൽ അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നല്ല നീരായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേദന വന്നാൽ ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരിക്കലും വെക്കരുത്. ഒന്നുകിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് വേഗ ചികിത്സ നേടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലത്തെ ഇന്ന് 2 പേര് വന്നു. അതാണ് ഞാനിത് മെൻഷൻ ചെയ്യാനുള്ള കാര്യം. 2 പേരും ഇതേപോലെ, ഒരാൾ പേസ്റ്റാണ് വെച്ചത്, ഒരാൾ ഇതുപോലെ ആക്സോയിൽ അത് വെച്ചിട്ട് നീരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ പല്ല് എത്ര വയസ്സിലാണ് പോകേണ്ടതെന്ന് ആ പേരൻസിനൊരു ധാരണയില്ല. അപ്പം അത് 12 വയസ്സിൽ പോകേണ്ട ഒരു പല്ലായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ഒരു 4 വയസ്സും മറ്റേ കുട്ടിക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ പല്ല് അത് അവിടെ നിലനിർത്തേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒന്ന് പേഷ്യൻസിന് കറക്റ്റായിട്ട് ഇത് പോകേണ്ട പല്ലാണോ. 6 വയസ്സിലൊരു പെർമനന്റ് ടൂത്ത് വരാനുണ്ട്, ലാസ്റ്റ് പല്ല്, ഫസ്റ്റ് മോള. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പേരൻസിനെ, കുട്ടികളെ ഈ ബുക്കിലെ കൂടെ ഇത് ഫില്ല് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്മൈൽ മാപ്പ്. ഒരു ചെറിയ ബുക്കല്ല, ഒരു ചെറിയൊരു 10 പേജുള്ള ഒരു ബുക്കായിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. വേദന എനിക്ക് പിന്നെ അലൈനറിനെ പറ്റി നല്ലൊരു വിശദീകരണം ആവശ്യമാണ്. നമുക്ക് അടുത്ത ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ അതിന് സഹായിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഇത്രയും സമയം എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.